ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ സ്കൂളിലെ 10th ബാച്ചിലെ കുട്ടികളുടെ ഫെയർവെൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം. CBSE 10th സ്റ്റാൻഡേർഡ് മാത്രമല്ല, ഞങ്ങളുടെ സ്കൂളിൽ 7th സ്റ്റാൻഡേർഡ്, സ്റ്റേറ്റ് 7th സ്റ്റാൻഡേർഡ് വരെയുണ്ട്. അങ്ങനെ 7th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കും കൂടിയുള്ള ഫെയർവെല്ലും കൂടിയായിരുന്നു അന്നേ ദിവസം ഞങ്ങളുടെ സ്കൂൾ മാനേജർ സിസ്റ്റർ, പ്രിൻസിപ്പൽ സിസ്റ്റർ, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ, ഇങ്ങനെ പിന്നെ 1-2 ടീച്ചേഴ്സ് എല്ലാവരും കുട്ടികൾക്ക് ഫെയർവെൽ മെസ്സേജസ് നൽകിയിരുന്നു. അതുകൂടാതെ കുട്ടികൾ ഈ സ്കൂളിൽ വന്ന് ചേർന്നതിന് ശേഷമുള്ള അവരുടെ ഒരു മെമ്മറീസും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അവർ 1-2 ഡാൻസ് പ്രോഗ്രാമും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണവും കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. From KG classes to standard 10 have contributed a lot to their honesty, kindness, love and cooperation. വിശേഷ നിലയിലെല്ലാം കിടന്ന മറ്റ് സ്കൂളിലേക്ക് യാത്ര ചെയ്യേണ്ട കുട്ടികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഫെയർവെല്ലായിട്ട് ഇവിടെ നമ്മൾ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുകയാണ്. ഈ സ്കൂളിൽ ആദ്യ കാലഘട്ടം മുതൽ പഠിച്ച് ഇന്ന് വിദ്യാഭ്യാസം കൈമുതലാക്കിക്കൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭവനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എല്ലാവരും എൻ്റെ പ്രാർത്ഥനയും എന്നും നിങ്ങളോടും ഉണ്ടായിരിക്കും. ഞാൻ വന്ന വർഷം പഠിപ്പിച്ച കുട്ടികളാണ് കഴിഞ്ഞ വർഷം പാസ് ഔട്ടായി പോയത്. എൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ കുട്ടികളാണ് ഈ വർഷം 10ാം ക്ലാസ്സിൽ നിന്ന് പോവുക. നല്ല കുട്ടികളാണ്, എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ്. കുറച്ച് കുട്ടികളെ ഓർമ്മ നമുക്ക് സ്കൂളിൽ വലിയ നഷ്ടമാണ് കിട്ടാനായിട്ട് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ മത്സരങ്ങൾക്കും നമുക്ക് എന്തൊരാവശ്യത്തിന് ഇവരെ വിളിക്കാൻ ആ പിള്ളേരുണ്ടായിരുന്നു. ഇനി അത്രയും കഴിവ്. So study well and I wish you all a bright future. Thank you. വിദ്യാഭ്യാസത്തിൻ്റെ പാഠശാലയുടെ ഒരു ഘട്ടം പൂർത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ. 7ാം ക്ലാസ്സിലെ കുട്ടികളും ഈ സ്കൂളിൽ നിന്ന് അവരുടെ പഠനം പൂർത്തിയാക്കി മുന്നോട്ട് നീങ്ങുകയാണ്. ഈ അവസരത്തിൽ യാത്ര പറച്ചിലിൻ്റെ ഒരു സമയമാണല്ലോ. യാത്ര പറയാൻ എന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ആയിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ആരംഭമാണല്ലോ യാത്ര പറച്ചിൽ. തിരിച്ചു പോകാത്ത എവിടെയും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വർഷങ്ങളിലെല്ലാം 12 വർഷം നിങ്ങളിവിടെ അധ്വാനിച്ചു. ടീച്ചേഴ്സ് നിങ്ങളെ പരിശീലിപ്പിച്ചു, നിങ്ങൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തന്നു, നല്ല വഴികളിലൂടെ നടത്തി. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വെളിച്ചം നിങ്ങൾക്കുണ്ടാകട്ടെ. A bright, good blessings for a bright future. Thank you. ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഏറ്റവും സന്തോഷവും എന്നാൽ അതിലേറെ ദുഃഖമുള്ള ഒരു സമയമാണിത്. നിങ്ങളെ വളർത്തി ഇത്രയും ആക്കി എന്നതിൻ്റെ ചൈതന്യവും നിങ്ങളെ പറഞ്ഞ് ഇരുന്നു അറിയുന്നതിലുള്ളൊരു ദുഃഖവും വേണ്ടുകോളുമുണ്ട്. എനിക്ക് നിങ്ങളെ ഉപദേശിക്കാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഓൺ സ്പോട്ട് ക്ലാസ്സിൽ തന്നെ ഉപദേശിക്കാറുണ്ട്. ഇവിടെയും അത് ഉപദേശിക്കേണ്ട കാര്യമില്ല. കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. നമുക്ക് പറയാൻ സാധിക്കും, ഏറ്റവും നല്ലൊരു ബാച്ചിനെയാണ് ഞങ്ങൾ ഈ വർഷം ഈ സ്കൂളിൽ ഞങ്ങൾ പഠിപ്പിച്ചത്. ടീച്ചർ വന്നതുപോലെ നമ്മൾ പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട്. നിങ്ങളിൽ നിന്നും ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിൽ നിന്ന് നിലയിലെ മാക്സിമം നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും ശാസനകളും ശിക്ഷകളൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും തന്നു എന്നാണ് വിശ്വാസം. അത് ഓരോരുത്തരും എടുക്കുന്നത് പല രീതിയിലായിരിക്കും. എപ്പോഴും ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. തന്നെയാണ്. ഞാനിവിടെ 5th വന്നത്. 5th തൊട്ട് എന്നെ 10th വരെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ആരെയും മറന്നിട്ടൊന്നുമില്ല. എല്ലാവരും പേര് എനിക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 10th പോയി ഫുൾ എപ്പോൾ തുടങ്ങുമ്പോൾ ഞാൻ എല്ലാവർക്കും മുട്ടായി ലഡ്ഡു വന്നിട്ടുണ്ട്.
ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ കുട്ടികൾക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഈ വീഡിയോ എല്ലാവരും വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ദെൻ ടാറ്റാ ബൈ.